ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. സങ്കീർത്തനം 16:11. മനുഷ്യ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് പുതിയ തീരുമാനങ്ങളും പുതിയ വഴികളും മുന്നിൽ തുറക്കപ്പെടുന്നു. ചില വഴികൾ എളുപ്പമെന്ന് തോന്നും, ചിലത് കഠിനവും ഇരുണ്ടതുമാകും. പലപ്പോഴും നാം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പം വരും, അല്ലേ? പക്ഷെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. കർത്താവാണ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നത്. ദാവീദ് രാജാവ് തന്റെ ബലത്തിലും പരിജ്ഞാനത്തിലും ആശ്രയിച്ചില്ല. അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ആശ്രയിച്ചത്. ദൈവം കാണിച്ചു തരുന്ന ജീവന്റെ മാർഗം വെറും ഒരു ജീവിതശൈലി മാത്രമല്ല, അത് നിത്യജീവനിലേക്കുള്ള വഴിയാണ്. യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട വഴി യേശു തന്നെയാണ് പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. കർത്താവിൽ നിന്നാണ് സത്യമായ ജീവിത ദിശയും ആത്മീയ ഉദ്ദേശവും നമുക്ക് ലഭിക്കുന്നത്. ദൈവം കാണിച്ചു തരുന്ന മാർഗം എപ്പോഴും ജീവനുള്ളതും നന്മയുള്ളതുമായിരിക്കും. അത് ചിലപ്പോൾ കഠിനമായും തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനം സമാധാനവും സന്തോഷവും നിറഞ്ഞിരിക്കും. ദൈവം നമ്മെ നയിക്കുമ്പോൾ അനുഗ്രഹത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവന്റെ വഴികാട്ടി. എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ കാണാത്ത വഴികളിലും നീ എന്നെ നയിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.